പത്തനംതിട്ടൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അങ്ങനെ ദേവാനിയാണെങ്കിൽ നൈനയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആദർശല്ല ഈ തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ ആരാണ് ഈ തെറ്റ് ചെയ്തത്? അനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തുമില്ല. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശന് ഒരു കൊച്ചുമോനും കൂടി ഉണ്ടല്ലോ അബി, അവനാണ് ഈ വലിയ തെറ്റ് ചെയ്തതെന്ന് ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നേ. അബിയാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന്. അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് നയന പറയുമ്പോൾ ദേവയാനിക്കൊരു വലിയ ഷോക്കാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് എന്തിനാ ആദർശ് ഇത്രയും വലിയ തെറ്റ് അവൻ്റെ തലയിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് എല്ലാവരോടും വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു എന്ന്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടനെ സ്നേഹിക്കുന്നവർക്കെല്ലാം സത്യം അറിയാമല്ലോ. അപ്പോൾ അമ്മയും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞല്ലോ, മറ്റുള്ളവർ എന്ത് കഥകൾ വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ. ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്ന ചടങ്ങിന് അന്ന് ആദർശേട്ടൻ പങ്കെടുത്തില്ല എന്ന് എല്ലാവരും ആദർശേട്ടനെ കുറ്റം പറഞ്ഞല്ലോ. അന്ന് ആദർശേട്ടൻ കിരണേട്ടനെയാണ് കാണാൻ പോയിരുന്നത്. അന്ന് DNA റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അന്ന് ആദർശേട്ടൻ്റെ മുടി കൊടുത്ത ദിവസം അബിയുടെയും മുടിയും കൊടുത്തിരുന്നു. അങ്ങനെയാണ് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇന്ന് ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല എന്നറിഞ്ഞ് വീട്ടിലെല്ലാവരുടെ അടുത്തും വന്ന് പറയാമെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ആദർശേട്ടൻ വന്നപ്പോഴാണ് മുത്തശ്ശൻ അത് പറയണ്ട എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പറഞ്ഞു ഈ കാര്യം ആരുടെടുത്തും പറയണ്ട എന്ന്. അപ്പോൾ ദേവയാനിക്ക് ഇതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ്. ഞാൻ അവന് വിശ്വസിച്ചുമില്ല. എനിക്കിപ്പോൾ തന്നെ ആദർശിനെ കാണണം എന്നിങ്ങനെ തറപ്പിച്ച് ദേവയാനി പറയുകയാണ് ഭയങ്കര സങ്കടത്തിൽ. മോളും വന്ന് പറഞ്ഞില്ലേ തറപ്പിച്ച ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന്, അതുകൊണ്ടാണ് ഞാനും വിശ്വസിച്ചത്. അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ എൻ്റെ മോനെ കാണണമെന്ന് പറയുകയാണ് ദേവയാനി. എൻ്റെ അടുത്ത് ദേവയാനി പറയണേ, നീ ഇപ്പോൾ തന്നെ വിളിക്കുക, എനിക്ക് ആദർശിനെ കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ ആദർശിനെ വിളിക്കുകയാണ്. എന്നിട്ട് ആദർശിൻ്റെ പറയണ നമ്മൾ സ്ഥിരം കാണാറുള്ള ഹോട്ടലിൽ വരണമെന്ന് പറയുകയാണ് നയന. ആദർശ് വരാമെന്നൊക്കെ പറയുകയാണ്. ഫോൺ വിളിച്ചപ്പോൾ അതിന് ശേഷമാണ് ദേവയാനിക്കാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞതിൽ ഒരു ആശ്വാസമുണ്ട്. എന്നിട്ട് നയനയാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അമ്മ ചന്തുമോളുടെ അടുത്ത് ദേഷ്യമൊന്നും കാണിക്കരുത് എന്ന്. ദേവയാനി പറയുകയാണ്, എനിക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, ഞാൻ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ദേഷ്യം പോലെ അഭിനയിച്ചത് എന്ന് പറയുകയാണ്. അതിന് ശേഷം രണ്ടുപേരും കൂടി ജ്യൂസ് കുടിക്കുകയാണ്. അതിനുശേഷം ദേവയാനി നയനയുടെ അടുത്ത് പറയുകയാണ്, മോള് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞ കാര്യമൊന്നും ആദർശം അറിയേണ്ട, അതുപോലെ തന്നെ കിരൺ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ആദർശമൊന്നും അറിയേണ്ട എന്നാണ് ദേവയാനി പറയുന്നത്. അപ്പോൾ നയന ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ ആദർശേട്ടനെ വരാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എനിക്ക് അവൻ്റെ നാവിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും അറിയണം. അവൻ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ, മോളും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല, എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അമ്മയുടെ അടുത്തെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറയാമായിരുന്നു. അവനും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അത് മറച്ചു വെച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാനും ആദർശേട്ടനും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്, ഇനി ഒരു കാര്യവും ഞങ്ങൾ തമ്മിൽ മറച്ചു വെക്കത്തില്ല എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മോളിൽ നിന്നും അവൻ കുറച്ച് ദിവസമെങ്കിലും മറച്ചു വെച്ചിരുന്നില്ലേ? ഞാൻ പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ ഈ കാര്യം അറിഞ്ഞാൽ ഞാൻ ആദർശേട്ടനെ തള്ളിക്കളഞ്ഞിട്ട് പോകുമോ എന്നുള്ള പേടിയുണ്ടായിരിക്കും ആദർശേട്ടൻ മറച്ചു വെച്ചത് എന്ന്. അപ്പോഴേക്കും ആദർശ് വരികയാണ്. അപ്പോൾ ആദർശിന് ദേവയാനിയെ കാണുമ്പോൾ ഭയങ്കര സംശയമാണ്. എന്നിട്ട് ആദർശാണെ വന്നിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, നിനക്കുള്ള ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് എവിടേക്കാന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഏത് നരകത്തിലേക്ക് പോയാലും നീ എൻ്റെ കൂടെ അവിടേക്ക് വരണം, എന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നാണ് ദേവയാനി പറയുന്നത്. മോളും മുത്തശ്ശനും പറയുന്നത് നീ തെറ്റ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ നയനയുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവളും ഒരു കാര്യവും പറയുന്നില്ല. ഞാൻ കിരണിനോട് ചോദിച്ചപ്പോഴും അവനും എന്തേലും ഒന്നും പറയുന്നില്ല. എല്ലാ സത്യങ്ങളും നിനക്കറിയാമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നീ എല്ലാ സത്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദേവയാനി പറയുകയാണ്. പിന്നീട് ജ്യൂസൊക്കെ കുടിച്ച് അതിന് ശേഷം ദേവയാനി ഇപ്പോൾ ക്യാഷ് കൊടുക്കാൻ പോകുമ്പോൾ ആദർശ് പറയുകയാണ്, ഇല്ല ഞാൻ കൊടുക്കാമെന്നപ്പോൾ ദേവയാനി പറയുന്നത് വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദേവയാനി ക്യാഷൊക്കെ കൊടുത്തതിന് ശേഷം അവരൊരു കടൽ തീരത്താണ് മൂന്നുപേരും കൂടി പോകുന്നത്. പിന്നീട് ദേവയാനി നയനിയുടെ അടുത്ത് പറയുകയാണ്, മോള് വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി, എനിക്ക് ആദർശിൻ്റെ അടുത്താണ് സംസാരിക്കാനുള്ളതെന്ന് പറയണേ. നയനിയുടെ അടുത്ത് വരണ്ടെന്നാണ് പറയുന്നത്. ദേവയാനി ആദർശിൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് എൻ്റെ അടുത്ത് തുറന്ന് നീ പറയണമെന്ന് പറയുകയാണ്. ദേവയാനി ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ആദർശാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഒരിക്കലും നിൻ്റെ കൂടെ നിൽക്കത്തില്ല, നിന്നെ MD സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിൻ്റെ ജോലി എപ്പോഴേ മാറ്റിയേനെ എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി. നീ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം മുത്തശ്ശൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അപ്പോൾ നീ ഉണ്ടായ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് തുറന്ന് പറയണമെന്ന് ദേവയാനി പറയുകയാണ്. ആ സമയത്ത് ആദർശ് ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, അമ്മ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വീർപ്പ് മുട്ടിക്കരുത്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ആദർശ് പറയുന്നത്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്നാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ചെയ്ത് കാണിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെട്ട് ദേവയാനി അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അമ്മ എന്താ കാണിക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നീന്താൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഈ കടലിൽ ചാടി ഞാൻ മരിച്ചോളാം എന്ന്. ആ സമയത്ത് നിനക്ക് പറയാനുള്ളതല്ല, നീ ഉറക്കെ വലിച്ചങ്ങ് വിളിച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ദേവയാനി അങ്ങ് നടക്കുകയാണ്. അപ്പോൾ പുറകെ തന്നെ ആദർശ് നടക്കുന്നുണ്ടായിരുന്നേ. നയന ഇതെല്ലാം വണ്ടിയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനയ്ക്ക് ഇത് മനസ്സിലാവുകയാണ്, ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. അങ്ങനെ നയന വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. എന്നിട്ട് നയനയാണെങ്കിൽ ഓടി വന്ന് ദേവയാനീനെ തടഞ്ഞു വയ്ക്കുകയാണ്, എന്താ അമ്മയെ കാണിക്കുന്നതെന്ന്. അപ്പോഴും ദേവയാനി ഭയങ്കര ദേഷ്യത്തിലാണ്.
അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മയെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എന്നോട് മോൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഞാൻ കിരണോട് ചോദിച്ചു, കിരണും എല്ലാ സത്യങ്ങളും പറഞ്ഞു, ഞാൻ അറിഞ്ഞു. നീ മാത്രം എൻ്റെ അടുത്ത് പറയാതെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച്, അതുകൊണ്ട് നിൻ്റെ വായിൽ നിന്ന് എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണമെന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നേ. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് തൃപ്തിയായിട്ടില്ല. നിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അതെനിക്ക് മനസ്സിന് തൃപ്തിയാകും. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത്. നിനക്ക് ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ ഞാൻ നേരെ നവ്യയുടെ അടുത്ത് പോയി പറയുമോ? നവ്യയുടെ വീട്ടുകാരുടെയും അമ്മയുടെയും അച്ഛൻ്റെ അവസ്ഥയൊക്കെ എനിക്കറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് നിനക്ക് തുറന്ന് എൻ്റെ അടുത്ത് പറയാമായിരുന്നു. ഇനി എന്ത് കാര്യങ്ങളുണ്ടായിരുന്നാലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് മറച്ചു വെക്കരുതെന്ന് ദേവയാനി പറയുകയാണ്. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണമെന്ന്. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു അമ്മ ചന്തുമോളടുത്ത് ദേഷ്യമൊന്നും കാണിക്കരുത് എന്ന്. അപ്പോൾ ദേവയാനി പറയായിരുന്നു എനിക്ക് അല്ലെങ്കിലും ചന്തുമോളടുത്ത് ദേഷ്യമൊന്നും ഇല്ല എന്ന്. ഇനി എന്തായാലും ചന്തുമോളെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാമല്ലോ. നിങ്ങൾ രണ്ടുപേരും അച്ഛനെയും അമ്മയും ആയതുപോലെ ഇനി ഞാൻ ചന്തുമോൾക്ക് മുത്തശ്ശി ആയിക്കോളാം എന്ന്. അല്ലെങ്കിലും ആ ചതിയൻ്റെ കുഞ്ഞായിട്ട് വളരാതിരിക്കുന്നതാണ് നല്ലത്. ജലജയ്ക്കും മുത്തശ്ശിയാവാനുള്ള ഒരു യോഗ്യതയും ഇല്ല. പിന്നീട് ദേവയാനി ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചന്തുമോളെ സ്വന്തം മോളെപ്പോലെ തന്നെ വളർത്തണമെന്ന്. ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ചന്തുമോൾക്ക് ഒരുപാട് കളിപ്പാട്ടവും ഉടുപ്പും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകണം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശിന് നയനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനുശേഷം അവർ മൂന്നുപേരും കൂടി അങ്ങനെ കാറിൽ കയറി അങ്ങ് തിരിച്ചു വരികയാണ്. ആ സമയമാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്തുമോളാണെങ്കിൽ കിലുക്കൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇത് മോള് കളിക്കാനുള്ളതല്ലേ, ഇത് ചെറിയ കുട്ടികൾ കളിക്കാനുള്ളതാണ്, മോള് കുഞ്ഞാവയ്ക്ക് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി കയറി വരുന്നത്. അപ്പോൾ ദേവയാനിയാണ് ചന്തുമോളടുത്ത് പറയുകയാണ് മോളുടെ പ്രായക്കാർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമൊക്കെ കൊണ്ടാണ് മുത്തശ്ശി വന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് കേൾക്കുമ്പോഴും ഭയങ്കര അത്ഭുതമാണ് ദേവയാനി ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ചന്തുമോൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ മുത്തശ്ശി ദേവയാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ നീ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയോ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് അമ്മ ഇങ്ങനെ ചോദിക്കാതെ സത്യം നീ അറിഞ്ഞോ എന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ് ദേവയാനി എല്ലാ സത്യങ്ങളും തിരിച്ചു അറിഞ്ഞു എന്ന്. അച്ഛനിടയ്ക്ക് പറയുമായിരുന്നു എല്ലാ സത്യങ്ങളും ദേവയാനിയുടെ അടുത്ത് പറയണമെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കിരൺ വേണ്ടി വന്നു എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടി എന്ന്. ആദർശിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ കിരൺ ആണല്ലോ എന്ന് പറയും. അതിന് ശേഷം മോൾക്ക് ടോയ്സൊക്കെ തരാമെന്ന് പറഞ്ഞ് എല്ലാം ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുകയാണ് ദേവയാനി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചന്തുമോൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ദേവയാനിക്കും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ഇവർ വീണ്ടും കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനി സ്നേഹിക്കാതെ ഇരുന്നിട്ട് കാര്യമല്ല, ഇവരുടെ സ്വന്തം പേരക്കുട്ടി തന്നെയാണല്ലോ എന്നിങ്ങനെ ജലജ ഓർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.